ഹൈ മക്കൾസ്, മക്കൾക്ക് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഒരു 30 മാർക്ക് സെറ്റാക്കി തന്നാൽ ക്രിസ്മസ് എക്സാമിന് മക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ് ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്തിടുക. കാരണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നോക്കാം. പിന്നെ അതുപോലെ തന്നെ മക്കൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ കേട്ടോ, 7ാമത്തെ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റിലെ 7ാമത്തെ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചിപ്കോ മൂവ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞ ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. അതിൽ മക്കൾ എഴുതുന്നുണ്ട് ചിപ്കോ മൂവ്മെന്റ് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ സുന്ദർലാൽ ബഹുഗുണയാണ്. എന്തായിരുന്നു? സുന്ദർലാൽ ബഹുഗുണയാണ് അതിന്റെ ലീഡർ. പിന്നെ അത് മാത്രമല്ല, എന്തായിരുന്നു ഈ പറയുന്ന ചിപ്കോ മൂവ്മെന്റിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്? അതായത് അവിടുത്തെ മരങ്ങൾ വെട്ടാനുള്ള അനുമതി ആർക്ക് കൊടുത്തില്ല? അവിടെയുള്ള ആളുകൾ കൊടുത്തില്ല. ബാക്കി പുറത്തത്തെ ഒരു സൈമൺ എന്നുള്ള സ്പോർട്സ് കമ്പനിക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പൊ അതിനൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ കൂടി കെട്ടിപ്പുണർന്നുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു സുന്ദർലാൽ ബഹുഗുണ നടത്തിയതായിരുന്നു എന്തെന്ന് പറഞ്ഞ ചിപ്കോ മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ അടുത്ത അതിന്റെ അച്ചീവ്മെന്റ് എന്താണ്? അടുത്ത 15 ഇയർ, അടുത്ത 15 വർഷത്തേക്ക് മരം വെട്ടരുത്, ഹിമാലയൻ ഭാഗങ്ങളിലെ മരം വെട്ടരുത് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ആന്റി അറാക്ക് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. എന്തായിരുന്നു മക്കളെ? ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു വുമൺ മൂവ്മെന്റ് ആയിരുന്നു പറഞ്ഞത്, വനിതകളുടെ സംഭവമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ചാരായം, മദ്യം ആരാണ്? കൂടുതൽ പുരുഷന്മാരാണ്. അപ്പൊ അതിനെതിരായിട്ട് സ്ത്രീകൾ നടത്തിയാണ്, ആന്ധ്രാപ്രദേശിൽ സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് ആന്റി അറാക്ക് മൂവ്മെന്റ്. അതായത് അവിടെയുള്ള പുരുഷന്മാർ മുഴുവൻ എന്ത് ചെയ്തു? ഫുള്ള് വെള്ളം അടിച്ചിട്ട് വർക്കിന് പോകില്ല, പിന്നെ ഇൻകം വരുന്നില്ല, വരുമാനം വരുന്നില്ല, കടം മാത്രം നന്നായിട്ട് വന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആളുകൾ ചെയ്ത, അവിടുത്തെ സ്ത്രീകൾ ചെയ്ത ഒരു സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞാൽ നർമ്മദ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മേധാ പട്കർ, അതായത് പുതിയ പുതിയ ഡാമുകൾ, വലിയ ഡാമുകളും ചെറിയ ഡാമുകളും അതിനേക്കാൾ മീഡിയം ഡാമുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ നർമ്മദ റിവറിൽ വരാൻ തുടങ്ങി. ആ നർമ്മദ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മേധാ പട്കർ ലീഡർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി 8ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ റീജിയണൽ ആസ്പിറേഷനിൽ മക്കളെ ഒരു ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാകിസ്ഥാന്റെ പ്രശ്നം. പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് പറയുന്നത് വെറും ഒരു എന്തല്ല, ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമെൻഷൻസും കൂടിയുണ്ട്. വെറും ഒരു പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമല്ല, അല്ലെങ്കിൽ കാശ്മീരിന്റെ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയമല്ല. പിന്നെയോ അതൊരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമെൻഷൻ, അതായത് ബാഹ്യവും ഉള്ളിലുള്ളതുമായിട്ട് ബാഹ്യമായിട്ടുള്ള പ്രശ്നം എന്താണ്? അവിടെ കാശ്മീർ താഴ്വര ആക്രമിക്കാൻ വന്നത്, ആസാദി കാശ്മീർ എന്ന് പറഞ്ഞ്, അതായത് കാശ്മീരിന്റെ 1/3 ഭാഗം എന്ത് ചെയ്തു? ഇവർ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മക്കളെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പ്രശ്നം എന്താണ്? ആർട്ടിക്കിൾ 320 എന്നുള്ള ഒരു സ്പെഷ്യൽ പദവി ആർക്കുണ്ടായിരുന്നു? അവർക്കുണ്ടായിരുന്നു. 370 കേട്ടോ, അത് എടുത്തൊഴിവാക്കി. അതായിരുന്നു ഇന്റേണൽ പ്രശ്നം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്കിന് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പഞ്ചാബ് ഉടമ്പടി. അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇല്ലേ, അതിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി നടത്തിയ ഗോൾഡൻ ടെമ്പിൾ ആക്രമിച്ച ആൾക്കാർക്ക് ഗോൾഡൻ ടെമ്പിളിൽ കയറി ആക്രമിച്ച് തീവ്രവാദികളെ പിടിച്ചതാണ് അകാലിദളിന്റെ. അതിലൂടെ വന്ന സംഭവമാണ് പഞ്ചാബ് ഉടമ്പടി. അതായത് ഇന്ദിരാഗാന്ധിയെ വധിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ രാജീവ് ഗാന്ധിയും അകാലിദളിന്റെ നേതാവായിട്ടുള്ള അർച്ചൻ സിംഗ് ലോങ്കവാളും കൂടി നടത്തിയ കരാറാണിത്. ഇത് മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. 5 കരാറാണ്, 5 കാര്യങ്ങളാണുള്ളത് കേട്ടോ, അത് നോക്കി വെക്കണം. പിന്നെ 9ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ പറയുന്നത് മണ്ഡൽ കമ്മീഷൻ, അതായത് സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക് സംവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മണ്ഡൽ കമ്മീഷൻ എന്നുള്ളത് നോക്കാം. ബിന്ദേശ്വരി പ്രസാദാണ് അതിന്റെ ചെയർമാൻ എന്ന് മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണം. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന സമീപകാല സംഭവ വികാസങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. സമീപകാല സംഭവ വികാസങ്ങളിൽ മക്കൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ട സംഭവങ്ങൾ. അതിൽ തന്നെ നോക്കി വെക്കണം. ഒരു എസ്സേ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ തന്നെ പഠിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്ററിലെ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻ ഇതാണ്. കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക, സെറ്റാക്കുക. ഇന്ന് രാത്രിത്തെ ലൈവിൽ മക്കൾ വരണം. ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ നമ്മൾ ഫുൾ ചാപ്റ്റർ തിരിക്കും റിവിഷൻ നടത്തും. ഓക്കെ, സെറ്റ്. ബൈ ബൈ.